അല്ല കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു? ഒന്നും പറയണ്ട ഗൈസ്, ഭയങ്കര തിരക്കായി പോയി. ഈ പ്രഗ്നൻസിയും പ്രസവമൊക്കെ ആയിട്ട് പകലുകൾ രാത്രികളാക്കി, രാത്രികൾ ഗാത്രികളാക്കി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ സമയം എടുക്കും. ഡേയ്സ് ആർ ഹാർഡ്, നൈറ്റ്സ് ആർ ഈവൻ ഹാർഡർ. പിന്നെ നമ്മുടെ വില്ലേജ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, രണ്ട് സൈഡിലെയും പേരൻസ് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ചാച്ചനും ഞാനും അതുകൊണ്ട് പവർ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളും പുറത്തുള്ള ജീവിതത്തിനോട് അഡ്ജസ്റ്റ് ആയി വരണമല്ലോ. കുറച്ച് സമയം കഴിയുന്നവർ നമ്മൾ ഓരോന്ന് ബെറ്ററായി വരും. കുറെ നാൾക്ക് ശേഷമാണ് ഈ കാറ്റും വെയിലൊക്കെ ഒന്ന് കൊള്ളുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയും അതേപോലെ എൻ്റെ ഒരു ബർത്ത് വ്ലോഗ് എന്ന് നമ്മൾ ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് എടുക്കുന്ന പോലെ എല്ലാ ഘട്ടമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ബർത്ത് വ്ലോഗൊക്കെ ആക്ച്വലി ഇടുന്നവരൊക്കെ എന്തോരം ബുദ്ധിമുട്ടിയാണ് അത് ആക്ച്വലി ഷൂട്ട് ചെയ്തതെന്ന്. എനിവേസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ ബിറ്റ്സ് ആൻഡ് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പൈൽ ചെയ്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഒന്നും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടണമെന്നും ഇല്ല. അതുകൊണ്ട് കുറച്ച് കണ്ടു വരുമ്പോൾ ബോർ അടിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് മാറ്റി കളഞ്ഞേരും. പക്ഷേ ഇത് കാണാൻ ഇഷ്ടമുള്ള കുറച്ചെങ്കിലും പേര് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ എടുത്ത വീഡിയോസ് അല്ല. ഞാൻ എൻ്റെ ഒരു മെമ്മറി കീപ്സേക്കിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ്സ് ഇങ്ങനെ എടുത്തു പോയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് തലയും വാലും ഒന്നും ഇൻട്രോയോ ഔട്ട്രോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട് ഷെയർ മൈ ജേർണി വിത്ത് യു ഗൈസ് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഇൻട്രോയും കൂടെ അധികം വലിച്ചു നീട്ടാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഐ സിൻസിയർലി ഹോപ്പ് യു എൻജോയ് വാച്ചിങ് ദ വീഡിയോ. ടൈമർ വെച്ചോ? അത് മുക്കുമ്പോഴല്ലേ പിങ്ക് ആവുന്നേ? ഇങ്ങനെ പേടിക്കല്ലേ ചാച്ച. പ്രഗ്നന്റ് ആണ് ഗൈസ്, പ്രഗ്നന്റ് ആണ്. ഡബിൾ ലൈൻ. ആ തുറക്കാം. പോസിറ്റീവ് ആണോ? പോസിറ്റീവ്. അയ്യോ പോസിറ്റീവ്. So we are in the week 5 of our pregnancy. Week 5 calculate ചെയ്യുന്നത് from the first day of the last period എന്നുള്ള കണക്കിലാണ്. എനിക്ക് അങ്ങനെ മേജർ ചേഞ്ചസ് ഒന്നും പറയാനില്ല. ലാസ്റ്റ് വീക്ക് വരെ എനിക്ക് നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ വീക്ക് തുടങ്ങിയ ഒരു ഫസ്റ്റ് 2-3 days ഒന്നും എനിക്ക് അതുപോലും ഉണ്ടായിട്ടില്ല. ഐ വാസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഗ്ലൂമി, ഭയങ്കര ടയേർഡ്. പിന്നെ ഫുഡ് അവേർഷൻസ് ഒന്നും ഇല്ല ഇതുവരെ. ഫുഡ് ക്രേവിങ്സ് ഇന്നൊരു ടൈപ്പ് ഫുഡിനോടില്ല. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു സമയത്ത് ഇന്ന സാധനം കഴിക്കണം എന്ന് തോന്നിയാൽ പിന്നെ അത് അപ്പം തന്നെ വേണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് അതിന് പകരം വേറെ എന്ത് കിട്ടിയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ. നമ്മളങ്ങനെ ഇതിന് റിലേറ്റഡ് വയറൊന്നും വെച്ച് തുടങ്ങിയിട്ടില്ല. അല്ലാത്ത മറ്റേ വേറെ നമുക്ക് ജന്മനം ഉണ്ടല്ലോ. ഡോക്ടറിനെ മീറ്റ് ചെയ്തു. നമ്മൾ ഒരു ഫസ്റ്റ് സ്കാനിന് പോയി. സ്കാനിൽ ബേബിനെ കണ്ടു. ഒരു കുഞ്ഞു സാക്കും അതിലൊരു കുഞ്ഞു ബേബിയും. അത്രേ കാണാറായിട്ടുള്ളൂ. ഹാർട്ട് ബീറ്റ് കേട്ടു. എല്ലാം ഓക്കെ ആണ്, ഹെൽത്തി ആണെന്ന് പറഞ്ഞു. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഞാൻ ഇങ്ങനെ കുറച്ച് വാൾനട്ട്സും ആൽമണ്ട്സും തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തൊലി കളഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോഫി എനിക്ക് ഭയങ്കര ഒരു വീക്ക്നസ് ആണ്. പക്ഷേ കഫീൻ ഇൻടേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഡീകഫീനേറ്റഡ് കോഫി കൂടുതലും, അതായത് ഒരു 3/4 ഭാഗം ഡീകഫീനേറ്റഡ് കോഫി പൗഡറും 1/4 ഭാഗം റെഗുലർ കോഫി പൗഡറുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഷുഗറും ബിപിയും അതുപോലെ വെയിറ്റും ഞാൻ ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. We are in the 7th week of our pregnancy. I'm okay-ish. ചില സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ചില സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു ക്ഷീണമുണ്ട്, ഒരു ഡിസീനെസ് പോലെ. ഞാൻ വോമിറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഐ ഹാവ് ദിസ് നോഷ്യസ് ആണ് ഞാൻ ചില ദിവസങ്ങളിൽ. പക്ഷെ അത് വളരെ ചുരുക്കം, ഒരു 2-3 ദിവസം മാത്രമേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. ഈ ക്ഷീണമാണ് നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം. റൈറ്റ് നൗ ഐ ആം ക്രേവിംഗ് ഹാർഡീസിലെ ഒരു ക്ലാസിക് ചിക്കൻ ബർഗർ ഉണ്ട് വിത്ത് പിക്കിൾസ്. അതാണ് ഇപ്പൊ എനിക്ക്, അതും കേളി ഫ്രൈസും. ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടിരിക്കുക രാത്രി അത് കഴിക്കാം. പിന്നെ കുക്കിങ്ങും വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ടഫാണ് എനിക്ക്. കാരണം ഞാൻ രാവിലെ ഓഫീസിൽ പോയിട്ട് വരുന്ന ഞാൻ വന്നു, കഴിച്ചു, ഒന്നിരുന്നു, ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഞാൻ ഭയങ്കര ടയർഡാണ്. ആ ഒരു ടൈമിലേക്കാണ് ഇപ്പോഴും ഞാൻ ടയർഡ് ആവുന്നത്. രാവിലെ എണീക്കുമ്പോൾ ഐ ആക്ച്വലി ഫ്രഷ് ആൻഡ് ഐ എം ഓക്കെ മോസ്റ്റ് ഡേയ്സ്, നോട്ട് എവറി ഡേ. അങ്ങനെ പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ് കുറച്ച് നേരമൊക്കെ നീരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കിയാണ്. ഐ ലെറ്റ് മൈ സെൽഫ് ടേക്ക് റെസ്റ്റ്. ഞാൻ വെയിറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇൻക്രീസ് വന്നിട്ടില്ല, ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് ഓക്കെ. 7 weeks ആയിട്ടുള്ളൂ. ദാറ്റ്സ് ദി അപ്ഡേറ്റ് സോ ഫാർ. I just woke up from my afternoon nap. I think I slept for 1 hour. We are in our week 12 right now. 11 complete ചെയ്തു. So like 11 plus 3, 11 plus 4. We went for our next appointment. Baby has grown up. ഇപ്പോൾ കുറച്ച് വലുതായി. നമ്മൾ തലയും ഉടലും കൈയും കാലും ഒക്കെ നമുക്ക് സെപ്പറേറ്റ്ലി ഇപ്പം കാണാൻ പറ്റും. മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വായിച്ചായിരുന്നു മൂവ് ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മളിതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ സമയത്തൊന്നും ഫീൽ ചെയ്യാനായില്ല. എനിക്ക് ചിരി വരുമായിരുന്നു. എന്നുവെച്ചാൽ ആ മൂവ്മെന്റും ഇതിന് മുമ്പ് കാണാൻ ഒരു ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പം ഇങ്ങനെ കുറച്ച് ഫോമൊക്കെ ആയി കഴിഞ്ഞപ്പോഴല്ലേ കാണുന്നത്. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, ദാറ്റ്സ് എ ഗേൾ. എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ബോയ് ആണെന്നാണ്. അറിയില്ല, നമുക്കറിയത്തില്ലല്ലോ എന്താ എങ്ങനെ വരാൻ പോകണം. ചാച്ചന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, ചാച്ചൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ബോയ് ആണെന്നാണ്. ഈ ഒരു വീക്ക് എനിക്ക് ഇങ്ങനെ ഭയങ്കര വേരിയഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണ്. ഐ തോട്ട് ബൈ ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയല്ലോ, ഇപ്പം 11 weeks 12 weeks ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാം ഇനിയും ഓക്കെ ആവും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു വിചാരം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ടയേർഡാണ്, ബട്ട് സം ഡേയ്സ് എനിക്ക് ഉറക്കം കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പം ഞാനും ചാച്ചനും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ബേബി റിലേറ്റഡ് കുറേ വീഡിയോസ് കാണുന്നുണ്ട്, എല്ലാം കൊണ്ട് ഇങ്ങോട്ട് അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പ്രഗ്നൻസി ജേർണൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഞാൻ ഫോളോ ചെയ്യുന്ന 2 ആപ്പുണ്ട്. അതിൽ ഒരു ആപ്പിൽ 13 weeks വരെയാണ് 3rd month എന്ന് കണ്ടു. അപ്പം ഞാൻ ആ ഒരു ഇത് ഫോളോ ചെയ്തു. 40 weeksനെ അവർ കറക്റ്റായിട്ട് മന്ത് എത്ര വീക്സ് ആണ് ഒരു മന്തിൽ വരുന്നത് അങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ 13 weeks വരെ 3 months ആണ് എന്നാണ് പറയുന്നത്. വി ഗോയിങ് ഫോർ അവർ 4th month അൾട്രാസൗണ്ട് സ്കാൻ. ദിസ് ഇസ് ഹൗ ഐ ലുക്ക് നൗ. ചെറിയ ടമ്മിയൊക്കെ വന്നിട്ടുണ്ട്. ആർ യു എക്സൈറ്റഡ്? We're in our 15th week of pregnancy. എന്ന് വെച്ചാൽ 2nd trimester സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 1.5 ആഴ്ച ആവുന്നു. ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്ററിനേക്കാളും കുറച്ചും കൂടിയും എനർജി ലെവലൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം വെട്ടിയിട്ട് ചക്കര പോലെ കിടന്ന് ഉറക്കമായിരുന്നു. ഇപ്പം അത്ര വലിയ ക്ഷീണം ഉണ്ട്, ഇല്ലെന്നല്ല. ഒരു 5:36 ഒക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനൊരു വേവ് ഓഫ് ക്ഷീണം ഇങ്ങനെ വരും. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതങ്ങ് പോകും. ഇപ്പോൾ വൈകിട്ട് പുറത്ത് പോകാന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയ വയറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇടുമ്പോൾ അത്ര വിസിബിൾ അല്ല. നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടുള്ള ഡ്രസ്സാണ് വരുന്നത്. ജോലിക്കൊക്കെ ഇപ്പം തോന്നിയ സമയത്തൊക്കെ പോകുന്നത്. കൂടുതലും ദിവസങ്ങൾ 10 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും ഇറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ അതിലും ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ 11 hour തോന്നുന്നു. മുടി തീരെ ഹെൽത്തി ആയിട്ടല്ല ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഇവിടെ ആണെങ്കിലും എല്ലാം ഗ്രോത്ത് എല്ലാം ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ റെക്കമെൻഡഡ് അല്ല. അതിനെപ്പറ്റി സ്റ്റഡീസ് ഇല്ല. അപ്പോൾ നമുക്ക് ഷുവർ അല്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. വി വർ ഡൂയിങ് a pregnancy photo shoot. This is how our bump looks. ഇതിപ്പോൾ 4th monthന്റെ ലാസ്റ്റ് വീക്ക് ആണ്. എന്റെ സോസേജ് എടുത്തോ? താങ്ക് യു. വി ആർ ഇൻ our 21st week of pregnancy. ഇപ്പൊ നല്ല രീതിയിൽ വയറൊക്കെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഒക്കെ കൂടി വലിയ ഡിഫറൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്കിങ്ങനെ വയറിൽ ഇങ്ങനെ ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഫീലിംഗ്. ഒരു ഗുളുഗുളു പോലെ. എനിക്ക് കാലിന് കാഫ് റീജിയനിൽ നല്ല സ്വെല്ലിംഗ് ഉണ്ട്. കൈയൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഞാൻ റിംഗ് റിമൂവ് ചെയ്തായിരുന്നു. ഒരു വീക്ക് 16 ഒക്കെ ആയപ്പോൾ തന്നെ എനിക്കത് ടൈറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ വെറുതെ എന്തായാലും ഇനി ഇത് സ്വെല്ലിംഗ് കൂടാനേ പോകുന്നുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് അത് ഊരി വെച്ചു. കൂടുതൽ പ്രശ്നമാവാതെ ഇനി ഇത് കട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നാലേ. ഈ കാണുന്നത് ഫീറ്റൽ അനോമലി സ്കാൻ ആണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ്ലി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ. സോ ഐ എം 26 weeks pregnant right now. നല്ല ബേബി ബംപ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. 5.5 months മുതൽ എനിക്ക് കാലിൻ്റെ സ്വെല്ലിംഗ് ഭയങ്കര പ്രോബ്ലം ആയിട്ടിരിക്കുക. നോട്ട് എവറി ഡേ ആൻഡ് നടക്കും തോറും കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ട്രാവൽ നമ്മൾ കുറേ നേരം, എസ്പെഷ്യലി ഞാൻ ഫ്ലൈറ്റ് ജേർണിയിലാണ് ഭയങ്കര ബുദ്ധിമുട്ടിപ്പോയത്. 2 പ്രാവശ്യം ഫ്ലൈറ്റ് ജേർണിയിൽ എനിക്ക് സ്വെല്ലിംഗ് ആയി കാല് വേദനയാവുന്ന അത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതർവൈസ് ഓൾസോ ട്രാവലിംഗ് ടൈമിൽ ഈ സ്വെല്ലിംഗ് ഒരു മെയിൻ പ്രോബ്ലം ആണ്. പിന്നെ ഇപ്പോൾ ഞാനൊരു കംപ്രഷൻ സോക്സ് ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കി മീൻസ് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോയി. അങ്ങനെ ബേബി കൊണ്ടൊക്കെ പോയി. ഞങ്ങൾ നാട്ടിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ജീനോളുടെ വെഡിങ്ങിന്. അത് കഴിഞ്ഞ് പിന്നെ ചാച്ചൻ തിരിച്ചു വന്നു. ഞാൻ കുറച്ച് നാളും കൂടി സ്റ്റേ ബാക്ക് ചെയ്തു. വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. ഹാപ്പി ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് കുവൈറ്റിലെത്തി. റോൾസും ഫ്ലട്ടേഴ്സും ഒക്കെ മാറി. ഇപ്പോൾ ചെറിയ കുറച്ച് കൂടെ മൂവ്മെൻറ്റ്സ് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് അത് ചെറിയ കിക്സ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് അത് അത്ര അറിയാൻ തുടങ്ങിയിട്ടില്ല. വെള്ളിയാഴ്ചക്ക് ചെറുതായിട്ട് മൂവ്മെൻറ്റ് കിട്ടിയായിരുന്നു. കൊച്ചേച്ചി തൊടുമ്പോഴെല്ലാം അവളങ്ങ് മൂവ്മെൻറ്റ് നിർത്തുമായിരുന്നു. ചാച്ചനുള്ള സമയത്ത് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചാച്ചൻ്റെ കൈ വെക്കുമ്പോഴത്തേനും പിന്നെ ഒരു 1-2 പ്രാവശ്യം മൂവ് ചെയ്തിട്ട് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരു പാറ്റേൺ ഒന്നും ഇതുവരെ എനിക്ക് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് നാട്ടിലായിരുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നിയായിരുന്നു, കഴിച്ചു കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് കുറച്ച് മൂവ് ചെയ്യുന്ന അധികം മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ക്ലിയർ കട്ട് പാറ്റേൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ സ്കാനിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇറ്റ്സ് ദി 27th week of pregnancy. വെയിറ്റ് ചുമന്നുകൊണ്ട് നടന്നു വന്ന് വണ്ടി തുറന്ന് സാധനം വെച്ച് വണ്ടിയിൽ കയറുന്നത് വരെ ഉള്ളത് ഇറ്റ്സ് എ ബിറ്റ് ടയറിങ്. പ്ലസ് ദി ഹീറ്റ്. ഡേ ടൈമിൽ കുറച്ചധികം പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുകയോ ഒക്കെ ആണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും നല്ല കാലുവേദനയും വെയിൻസ് ഒക്കെ ഇങ്ങനെ പ്രോമിനന്റ് ആവാൻ തുടങ്ങും. ഇന്നലെ വാസ് അങ്ങനത്തെ ഒരു ഡേ. ദിസ് ഇസ് ദ ലാസ്റ്റ് വീക്ക് ഓഫ് ദി 2nd trimester.
അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ 3rd ട്രൈമസ്റ്ററിലാണ്. ഐ എം വെരി ആങ്ഷ്യസ് അബൌട്ട് ദി ഡെലിവറി പാർട്ട്. പിന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കണമല്ലോ കുഞ്ഞു വരുന്നതിന് മുമ്പേ. ഇനി 3 months ടൈമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് ഡിഫിക്കൾട്ട് ഡേ ബൈ ഡേ ഫോർ മീ. എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ഡിഫിക്കൾട്ട്. എനിക്ക് ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ലൈക്ക് ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ജസ്റ്റ് യൂസ് ടു കം ടു മീ. നമുക്ക് ആ ഒരു ക്രിയേറ്റീവ് സൈഡ് ഓൺ ആവാൻ അങ്ങനെ വലിയ താമസമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് നൗ ഡേയ്സ് അങ്ങനെയല്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഓഫീസിലാണെങ്കിലും എന്തെങ്കിലും വർക്ക് ഉള്ളപ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ മീ ടു ഫോക്കസ് ഓൺ സംതിങ്. നമ്മുടെ ഡെലിവറി പ്ലാൻസ് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ റേറ്റും കാര്യങ്ങളും പാക്കേജസ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഏത് സൈഡിലേക്ക് രാത്രി തിരിഞ്ഞെടുക്കുന്നു ആ സൈഡിലെ കൈക്ക് മാത്രം സ്വെല്ലിംഗ് കൂടാൻ തുടങ്ങി. എന്തല്ലേ പിന്നെ വയറ് തട്ടിയിട്ട് നമുക്ക് കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോക്സ് ഒക്കെ ഇടുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു. We are now in the 7th month. 7th monthന്റെ ഫസ്റ്റ് വീക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി ഇറ്റ്സ് ഗെറ്റിംഗ് ഹാർഡർ ഫോർ മീ ഡേ ബൈ ഡേ. എനിക്ക് ആക്ച്വലി എവറി പാസിംഗ് ഡേയിൽ ഐ എം ഫീലിംഗ് എ ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട് ടു ഡു മൈ ഡെയിലി ആക്ടിവിറ്റീസ്. ഗ്രോയിങ് ടമ്മി ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ബ്രെത്ത്ലെസ്നെസ് ഒക്കെ വരുന്നുണ്ട്. ഒരു നടുവേദന ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വേദന വരും. കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതങ്ങനെ പോകും. മൂവ്മെന്റ്സ് ഒക്കെ ഇപ്പം നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്നുവെച്ചാൽ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടും കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ടും മൂവ് ചെയ്യുന്ന അറിയുന്നുണ്ട്. ഇപ്പോൾ 30+3 ആണ് ഇന്നത്തെ ദിവസം. നമ്മൾ ഇന്നലെ പോയി ലണ്ടൻ ഹോസ്പിറ്റലിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തായിരുന്നു. നമുക്കതൊരു ഗുഡ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പം മിക്കവാറും നമ്മൾ അത് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. വേറെ നോക്കേണ്ട കാര്യമില്ല തോന്നുന്നു. റേറ്റ് വൈസ് ആണെങ്കിലും ഫെസിലിറ്റീസും നീറ്റ്നെസ്സും സ്റ്റാഫിൻ്റെ പെരുമാറ്റവും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റാഫ് മാത്രമല്ല ഡോക്ടർ. വി ഹാപ്പൻ ടു സീ ഹർ. 36 വീക്സിൽ നമ്മൾ ഒരു പ്രാവശ്യം ഡോക്ടർ സോവിയറ്റിനെ പോയി കാണണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലേബർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് പോയാൽ മതി. നമ്മൾ റൂംസ് ഒക്കെ കയറി കണ്ടു. സ്റ്റാൻഡേർഡ് റൂം അത്യാവശ്യം നല്ല നീറ്റും ആവശ്യത്തിന് സ്പേസും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പിന്നെ ഉള്ളതൊക്കെ ഭയങ്കര ഹൈ ലെവൽ ലക്ഷറി റൂംസ് ഒക്കെയാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനൊക്കെ അതനുസരിച്ച് റേറ്റുമാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വെയിറ്റും ഷുഗറും ബി പി ഒക്കെ നോക്കി. ബി പി ഒരിച്ചൊരു ഡൗൺ ആണ്. പക്ഷേ ഇറ്റ് ഹാസ് ബിൻ ലൈക്ക് ദാറ്റ് ആദ്യം തൊട്ടേ. ബ്രെത്ത്ലെസ്നെസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രാക്സ്റ്റൺ ഹിക്സ് വരുന്നുണ്ട്. പിന്നെ മൂവ്മെന്റ് ഒക്കെ നല്ല പ്രോമിനന്റ് ആയിട്ടുണ്ട്. ഫ്രീക്വന്റും ആണ്. നമ്മൾ ഓരോ മൂവ്മെന്റും പ്രോമിനന്റ് ആയിട്ട് അറിയുന്നുണ്ട്. ചാച്ചന് ഇന്നലെ 3-4 പ്രാവശ്യം അടുപ്പിച്ച് കിട്ടി. ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 32 വീക്സ് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. എനിക്ക് ആക്ച്വലി രാത്രിയിൽ ദ നമ്പർ ഓഫ് ടൈംസ് ഐ വേക്കപ്പ് കൂടിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമല്ല. ചില സമയത്ത് ചൂടെടുത്ത് എണീക്കും. ചില സമയത്ത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് എണീക്കും. ചില സമയത്ത് കിടപ്പ് സുഖമില്ലാണ്ട് എണീക്കും. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് വൺസ് രാവിലെ ആയി എണീറ്റ് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം. രാത്രിയിൽ ആ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് കിട്ടാത്തതുകൊണ്ടേ. ഇനിയിപ്പം കുഞ്ഞു വന്നു കഴിയുമ്പോൾ ഇത് സ്ഥിരമായിരിക്കും. നവംബർ 2nd വീക്ക് ഒക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ അപ്പയുടെ മമ്മിയുടെ വിസ എടുക്കാൻ വേണ്ടി പോയത്. ഡിസംബർ 19th മുമ്പേ അവരിങ്ങ് എത്തണമല്ലോ. കുറച്ച് ഹാസൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിസ കിട്ടി. ഐ മീൻ മൈ 34th വീക്ക് ഓഫ് പ്രഗ്നൻസി. 33+5 ആണ് ഇന്ന്. ദിസ് ഈസ് ഹൗ ഐ ലുക്ക് നൗ. മൊത്തത്തിൽ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ ചെറിയ ടാസ്ക്സും ചെയ്യാൻ കൂടുതൽ സമയവും എടുക്കും. പെട്ടെന്ന് ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഹോൾ ബോഡി യൂസ് ചെയ്ത് ചെയ്യുന്ന എന്തെങ്കിലും നടക്കുകയും ഈ ഡ്രസ്സ് മാറുകയും എവറി സ്മോൾ ടാസ്ക്സ് സീം ബിഗ് നൗ. ഇന്നലത്തെ അപ്പോയിന്റ്മെന്റിൽ നമുക്ക് വെയിറ്റ് ഓൾമോസ്റ്റ് 2.1 kg ആണെന്ന് പറഞ്ഞു. 36 വീക്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലണ്ടൻ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു വിന്റേജ് ഡ്രസ്സറാണ്. കുഞ്ഞിന്റെ സാധനങ്ങൾ വെക്കാനും ഒരു ഡൈപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ പോലെ അറേഞ്ച് ചെയ്യാനും നമ്മൾ ഈ ഡ്രസ്സർ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്ന് വൃത്തിയാക്കി പെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണം. ആ പണി നമുക്ക് ചാച്ചനെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ റൂമിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സും വേണം. അതും ചാച്ചനെ ഏറ്റെടുത്തു. ഐ മീൻ ദി 37th വീക്ക് ഓഫ് പ്രഗ്നൻസി. 36+2 ആണ് ആസ് ഓഫ് ടുഡേ. എക്സൈറ്റഡ് ആണ്. ഓഫ് കോഴ്സ് ബേബിയെ കാണാൻ എക്സൈറ്റഡ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പേടിയുണ്ട്. ഹൗ ദ ലേബർ എങ്ങനെ പോകും, ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതൊക്കെ ആലോചിച്ച് നല്ല ടെൻഷനുണ്ട്. റൂം ബേബിയുടെ ആ ഒരു സൈഡ് സെറ്റ് ചെയ്യണം. പമ്പിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്യണം. ഹോസ്പിറ്റൽ ബാഗ് റെഡി ആക്കിയിട്ടില്ല. അതൊരു മെയിൻ സംഭവമാണ്. അത് ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ ജോലിക്ക് പോയിട്ടുള്ളൂ. നവംബർ 19th വാസ് മൈ ലാസ്റ്റ് വർക്കിംഗ് ഡേ. എനിക്കൊരു 1.5 ആഴ്ച മുമ്പേ ട്രെഡ്മില്ലിൽ നടക്കുന്ന ടൈമിൽ ഒരു പെൽവിക് മസിൽ പെയിൻ പോലെ വന്നായിരുന്നു. ഐ ഹാഡ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് വിത്ത് ജിം ബോൾ എക്സസൈസസ്. അപ്പോൾ എൻ്റെ പിറ്റേ ആഴ്ച തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ജിം ബോളൊക്കെ വാങ്ങിച്ച് വന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രീതിങ് എക്സസൈസസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഐ നീഡ് ടു ബി ഫെമിലിയർ വിത്ത് ഇറ്റ് ബൈ ദ ടൈം മൈ ലേബർ സ്റ്റാർട്ട്സ്. സോ അതിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഐ സ്റ്റാർട്ടഡ് റാസ്ബെറി ലീഫ് ടീ യെസ്റ്റർഡേ.
വലിയ കുഴപ്പമില്ല, പുളിയും കയ്പും അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഈ ഗ്രീൻ ടീ കുടിക്കുന്ന പോലെ തന്നെ. കുറച്ച് ബുദ്ധിമുട്ടാണ്, മീൻസ് ഇഷ്ടത്തോടെ അല്ല കുടിക്കുന്നത്, ബട്ട് ഡൂവബിൾ ആണ്, അതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. പിന്നെ ഒരു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, മീ ആൻഡ് ചാച്ചൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, മീ ആൻഡ് നീതു പ്ലാൻ ചെയ്യുന്നുണ്ട്, മീ ആൻഡ് ദ ഹോൾ ഫാമിലി പ്ലാൻ ചെയ്യുന്നുണ്ട്. മീ ആൻഡ് ചാച്ചൻ ആൻഡ് മീ ആൻഡ് നീതു നാളെ രാവിലെ എടുക്കാനാണ് പ്ലാൻ. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഉള്ളത് അപ്പയും മമ്മിയും വന്നതിന് ശേഷം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. Today is December 3rd and I'm in my 38th week of pregnancy. 37 plus 6 ആണ് ഇന്ന്. നാളെ 38 വീക്സ് കംപ്ലീറ്റ് ആവും. ഈയിടെയായിട്ട് എനിക്ക് ടയർഡ്നെസ് ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. ഒരു അനക്കമൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ചില സമയത്ത് കാണാൻ പറ്റും ഇങ്ങനെ അനങ്ങുന്നത്. ഇനിയിപ്പോൾ കൊച്ചിങ് വരാറായി, അവളുടെ ഉടുപ്പൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കണ്ടേ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സൗമ്യ ചേച്ചിയാണ് ഇതെല്ലാം അലക്കി നമുക്ക് തന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കോട്ട് ശരിയാക്കണം, ആ പെയിന്റ് അടിച്ച ഡ്രോയർ വൃത്തിയാക്കി അതിനകത്ത് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇഷ്ടം പോലെ പണിയല്ലേ കൊച്ചു വരുന്നതിന് മുമ്പ്. ഈ ഉടുപ്പൊക്കെ തേച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ കുഡന്റ് ഹെൽപ്പ് ബട്ട് തിങ്ക് ദിസ് ടൈനി ലിറ്റിൽ തിങ് ഇസ് ഗോയിങ് ടു ബ്രിങ് സച്ച് എ ബിഗ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്സ്. അങ്ങനെ ഘട്ടം ഘട്ടമായി സമയമാവുന്നതിന് മുമ്പേ നമ്മൾ കുഞ്ഞിന്റെ തുണിയും സാധനങ്ങളും എല്ലാം ആ ഡ്രസ്സറിനകത്താക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു സമാധാനമായേ. Today I'm 38 plus 6 weeks. This is how I look now. Today was my first PV. At the time it was painful. അത് കഴിഞ്ഞ ജസ്റ്റ് കുറച്ച് ടൈം എനിക്കിങ്ങനെ ബേണിംഗ് സെൻസേഷൻ പോലെ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ വീട്ടിലൊക്കെ എത്തിയപ്പോഴത്തേനും അത് കുറഞ്ഞു. ഇപ്പോൾ ഒട്ടുമില്ല, ഓക്കെ ആയി. PV ചെയ്തിട്ട് ഒട്ടും ഡൈലേറ്റഡ് അല്ല. സെർവിക്സ് സ്റ്റിൽ ഹൈ ആൻഡ് ടൈറ്റ് ആണ്. ടുമോറോ മാർക്സ് 39 വീക്സ്. 41 ഒക്കെ ആകുമ്പോഴായിരിക്കും അല്ലേ അവള് വരാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കി ഇരുന്ന് അപ്പയും അമ്മയും വരുന്ന ദിവസമായി. നമുക്ക് പോയി അവരെ പിക്ക് ചെയ്തിട്ട് വരാം. Today is 16th of December. It's 3:26 p.m. 2-3 minutes before, when I was sitting down and I was squatting and putting in clothes into the washing machine, I felt some kind of trickle down there, and when I checked it was like a white, very flowy liquid. I don't know if this is the starting of labor. I just wanted to, record if in case അതാണെങ്കിലും. Today is the 18th of December. In about half an hour, I will complete my 40 weeks. I've been having a little bleeding, spotting from today afternoon onwards, and it's a little watery. So, ഒരു സംശയം തോന്നുന്നു if it's amniotic fluid or mucus plug or എന്താണ് what is it എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് now we are thinking ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്ന്. ഹോപ്പ്ഫുള്ളി സ്കാനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ PV ചെയ്ത് നോക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഇറങ്ങുവാണ്. അങ്ങനെ ഫൈനലി ദി എൻഡ് ഓഫ് ദിസ് പ്രഗ്നൻസി ജേർണി നമ്മൾ പ്രസവിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ലണ്ടൻ ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു. പക്ഷേ സമയം ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർ ലീവ് ആയതുകൊണ്ട് നമ്മൾ ഫൈനലി ഹാദി ക്ലിനിക്കിലാണ് പോകാൻ തീരുമാനിച്ചത്. കുറച്ച് ഇരുട്ടായി പോയി. അതാനി പോയി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അമ്നീഷ്യൂർ ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. അവരാദ്യം PV ചെയ്തപ്പോഴേ സംശയം പറഞ്ഞു, പിന്നെ അമ്നീഷ്യൂർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇറ്റ് മീൻസ് വാട്ടർ ലീക്കേജ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് ഡെലിവർ ആവണം എന്നുള്ളതാണ്. ഹാദിയിൽ വന്നു. ഹാദിയിൽ ഡോക്ടർ അനിതേനെ കണ്ടു. ഇപ്പോൾ ഒരു NST ചെയ്തു. ലേബർ റൂമിൽ നിന്ന് പോയി ഒരു NST ചെയ്തു. ഇപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. സ്കിൻ അലർജി ടെസ്റ്റ് കുത്തി ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. ബ്ലഡ് എടുത്തിട്ടുണ്ട്. എനിമ തന്നു. ഇപ്പം അമ്മയും മമ്മി ഇത്രയും നേരം ഉണ്ടായിരുന്നു. ചാച്ചനിപ്പം അവരെ അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പം എനിക്കൊന്ന് 4 മണി എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പെസറി വെക്കും ഇൻഡ്യൂസ് ചെയ്യാനുള്ള. ഇപ്പോൾ 1/2 സെന്റിമീറ്റർ ഡൈലേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മളിവിടെ ഹാദിയിൽ ഫസ്റ്റ് ഇപ്പം അഡ്മിറ്റ് ആയ ടൈമിൽ നോക്കിയപ്പം. ഇപ്പം എനിക്ക് ഒട്ടും പെയിൻ അങ്ങനെ ഇല്ല. ബേബിയുടെ ഹെഡ് ഇതുവരെ എൻഗേജ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. Excited to meet our little one, but scared of the journey I have to go to reach there. ഇപ്പോൾ 9:17 AM ആയി on 19th December. ഇതുവരെ പെയിൻ ഒന്നും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ബോൾ എക്സസൈസും സ്ക്വാട്ടിങ് വാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു രാവിലത്തെ PV കഴിഞ്ഞപ്പോൾ. ഒട്ടും ഡൈലേറ്റ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്നിട്ട് അടുത്ത സെറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ NSTക്ക് അങ്ങോട്ട് പോയി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം ഷടപ്പെട്ടേന്നായിരുന്നു. കുഞ്ഞ് ഇറങ്ങി വരാൻ റെഡിയായി, പക്ഷേ ഇതുവരെ ഹെഡ് എൻഗേജ് ആയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യാൻ കൊണ്ടുപോയി. 10 മിനിറ്റിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പുറത്തു വന്നു. ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണിനെ റൂമിലോട്ട് കൊണ്ടുവന്നായിരുന്നു. ഫീഡ് ചെയ്തിട്ട് നേരെ നഴ്സറി കൊണ്ടുപോയി വെക്കായിരുന്നു ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടഫായിരുന്നു. Today is day 2 after baby has arrived. Day 2 രാത്രി 1:22 ആയി. ഇപ്പം day 1 was very hard. Day 2 is still hard but a lot better than day 1. പെയിനിന്റെ കാര്യത്തിലായാലും
ഫീഡിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ആശ്വാസമാണ്. ഇന്നലെ എനിക്ക് അങ്ങനെ എണീക്കാനും ഒന്നും വയ്യായിരുന്നു. ഇന്നിപ്പം പെയിൻ കില്ലറിന്റെ ബലത്തിൽ എഴുന്നേക്കാനും നടക്കാനും ഒക്കെ കുറച്ച് പറ്റി. ഇപ്പൊ ഒന്ന് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക. കുഞ്ഞിനെ നഴ്സറിയിൽ വിട്ടേക്കോ. ഇവിടെ ഇങ്ങനെ ഭയങ്കര തണുപ്പാ റൂമിൽ. ഫീഡ് ചെയ്തിട്ട് നഴ്സറിയിലേക്ക് വിട്ടു. അങ്ങനെ ആഫ്റ്റർ 3 വെരി ഹാർഡ് ഡേയ്സ് ഇൻ ദി ഹോസ്പിറ്റൽ വി കെയിം ഹോം. വീട്ടിലൊരു ഗ്രാൻഡ് വെൽക്കം ആണ് നീത്തു റെഡിയാക്കി വെച്ചിരുന്നത്. അതിന്റെ ഒരു മിനി വ്ലോഗ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 7 ആഴ്ച, നാളത്തോടെ 7 ആഴ്ച ആവുകയാണ്. സർജറി പെയിൻ ഒക്കെ നമുക്കൊരു 4 വീക്സ് 5 വീക്സ് ഒക്കെ ആയപ്പോഴത്തേനും ഒത്തിരി ബെറ്റർ ആയിരുന്നു. ബേബി ഹെൽത്തി ആണ്, ഹാപ്പിയാണ്, ഗുഡ് ആയിട്ടിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഇനി ഇതുപോലെ അടുത്ത ഒരു 7 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണാം. ടിൽ ദെൻ ബൈ.